സുവർണിക, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDFന്റെ ആ പരാജയം CPM-കാരെയെല്ലാം LDF-കാരെ മൊത്തത്തിൽ ഈ എന്തൊക്കെയോ പറയുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. അതിന്റെ ഉദാഹരണമായിരുന്നു MM മണിയുടെ പ്രസ്താവനയും അതിനെ തുടർന്ന് തന്നെ അവർക്ക് ഇനി ഇതിനെ എങ്ങനെ ഇനി അതിജീവിക്കണം, ആൾക്കാരുടെ മുന്നിൽ ഇനി അടുത്തിനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേടും എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പലതും പറയുന്നുണ്ട്. കാര്യം മൂന്നാമത്തെ തുടർഭരണമല്ലേ അവർ പറഞ്ഞത്, പ്രതീക്ഷിച്ചിരുന്നത് അതാണ്. അപ്പൊ അതിന് ഏറ്റവും ഒരു വലിയൊരു അടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അപ്പോ നമ്മുടെ KT ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. KT ജലീലിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് പരിശോധിക്കാം. 2026 സൂര്യൻ ചുവക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല, അതെങ്കിലും സമ്മതിച്ചല്ലോ. വൈകാരിക വിഷയങ്ങൾ ഉയർത്തി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനും വിഭാഗീകരിക്കാനും UDFനും BJPക്കും ഒരു പരിധിവരെ സാധിച്ചു. എല്ലാ മതജാതി സമുദായ വിഭാഗങ്ങളിലെ ഇടതുപക്ഷ മനസ്സുള്ളവരും LDFന്റെ കൂടെ ഉറച്ചു നിന്നു. ഇടതുപക്ഷം ഇതിലും വലിയ പരാജയമാണ് 2010 VS സർക്കാരിന്റെ കാലത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയത്. തൊട്ടടുത്ത വർഷം 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ 4 അയലത്ത് പോലും എത്താൻ UDFന് കഴിഞ്ഞില്ല. കേവലം 2 സീറ്റുകളുടെ വ്യത്യാസമേ LDFും UDFും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വീണ്ടും ചുവക്കും. ഇടതുപക്ഷ പ്രവർത്തകർ സധൈര്യം മുന്നോട്ട് പോവുക. 2026 നമ്മുടേതാണ്. ചുവപ്പിന്റെ 3-ാം ഊഴത്തിന് ജാഗ്രതയോടെ പ്രവർത്തിക്കുക. ഇടതുപക്ഷ മുന്നണിയെ പിന്തുണച്ച എല്ലാ വോട്ടർമാർക്കും അഭിനന്ദനങ്ങൾ എന്നാണ് ജലീൽ കുറിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 2010 VS അച്യുതാനന്ദന്റെ സർക്കാർ ഇരിക്കുമ്പോഴാണ് ഇതുപോലൊരു വിജയമാണ് കോൺഗ്രസിന് കിട്ടിയത്. 2011 ഇപ്പൊ ഒരു സീറ്റിനാണെങ്കിൽ കൂടിയും കോൺഗ്രസ് UDF ആയിരുന്നില്ലേ വിജയിച്ചത്? അല്ല, അവർ പറയുന്നത് തിരിച്ചു പിടിച്ചു. 69 സീറ്റ് LDFന് കിട്ടിയായിരുന്നു 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ഇവർ പറയുന്നത് വെച്ചിട്ട് ഇതൊന്നും നിങ്ങൾ ഭയപ്പെടണ്ട, ഇത് മുന്നേയും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അവർ ഇത്തവണ 69 പിടിക്കുകയും 71 UDF അധികാരത്തിൽ വരുന്നതാണോ പറയുന്നത്? 2026 നേരത്തെ പറയുന്നത് അന്നത്തെ പോലെ തന്നെ UDF വീണ്ടും അധികാരത്തിൽ വരുന്നു എന്നല്ലേ പറയുന്നതെന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഇതിന്റെ ഈ വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ ഈ 2010, 2011, 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പിണറായി മദനിയുമായി ചേർന്നൊരു അടുപ്പം സ്ഥാപിക്കുകയും മദനിയുടെ ഒരു നോമിനിയെ പൊന്നാനിയിൽ മത്സരിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇതിനെ തുടർന്ന് ഈ ഒരു സംഭവം വലിയ രീതിയിൽ LDFനെ ബാധിച്ചിരുന്നു. മുസ്ലിം വോട്ടും കിട്ടിയില്ല, ഹിന്ദു വോട്ടും കിട്ടിയില്ല. അങ്ങനെ അവർക്ക് വലിയൊരു പരാജയമേറ്റു. അതിനുശേഷമായിരുന്നു 2010 ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ LDF നല്ല രീതിയിൽ തോൽവി ഏറ്റുവാങ്ങി. അതിനുശേഷമാണ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ പറയുന്ന കണക്ക് കയറി വന്നു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഈ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ നയിക്കാൻ ഒരാളുണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ അഴിമതി വിരുദ്ധനും സ്ത്രീപക്ഷവുമാണ്. ഈ LDFലെ CPM-ലേക്ക് പെണ്ണുകേസുകളിലെല്ലാം ഇരകൾക്കൊപ്പം നിൽക്കുന്ന ശക്തമായ നിലപാടെടുത്തിരുന്ന ഒരാളായിരുന്നു VS. അന്ന് അവർ തീവ്രത അളന്നിട്ടില്ല, തീവ്രത അളക്കാനുള്ള അവസരം ഉണ്ടായില്ല. ഉറപ്പായിട്ടും സ്ത്രീകൾക്കൊപ്പം നിന്നിരുന്നു. അത് പരസ്യമായി തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ VS അല്ലാതെ വേറെ ആരുണ്ട് ഇതിൽ ഇരകൾക്കൊപ്പം നിൽക്കാനായിട്ട്? ആരുമില്ല. UDFന് ആ ഒരു ഇത് കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? VD സതീശൻ അവിടെ എന്തെന്ന് നോക്കാതെ ഇരയ്ക്കൊപ്പം നിന്നുകൊണ്ട് നടപടിയെടുത്തത് കൊണ്ടാണ്. തീർച്ചയായും. അപ്പൊ ഇവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പീഡിപ്പിക്കുന്നവരെ ചേർത്ത് നിർത്തിയതെന്ന് പറഞ്ഞ ആൾക്കാരും ഇവർക്ക് വോട്ട് കൊടുക്കില്ല. അപ്പോ 2011 VS ഇവർക്ക് വേണ്ടി പ്രചരണ രംഗത്തുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ 69 സീറ്റ് LDFന് കിട്ടിയത് എന്ന കാര്യം ഇവർ മറന്നു പോകരുത്. ഇന്നൊരു VSും ഇല്ല, VSനെ പോലൊരാളുമില്ല. അതെ, അതുമില്ല. VS എന്തൊക്കെ പറഞ്ഞാലും VSനെ നല്ല രീതിയിൽ പണിയാൻ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിലും VS ഒരു ക്രൗഡ് പുള്ളർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ VSന്റെ നേതൃത്വത്തിലുള്ള ആ പ്രചരണത്തിൽ ആൾക്കാർ VSന് വേണ്ടി VSന്റെ കൂടെ നിന്നു. LDFകാർ എല്ലാവരും, അതായത് LDFന് വോട്ട് ചെയ്യാൻ മനസ്സുള്ളവരെല്ലാവരും കൂടെ നിന്നു. പക്ഷെ അത് ഇനി ആവർത്തിക്കണമെന്നില്ല. ഉറപ്പായിട്ടും ഇവർ വിലയിരുത്തുന്നതനുസരിച്ചാണെങ്കിൽ 2010 UDFന് 11,200 വാർഡുകളാണ് UDFന് ഉണ്ടായിരുന്നത്. 2025 അത് 11,103, അതായത് 97 കുറഞ്ഞിട്ടുണ്ട്. LDFന് ഈ 2010 8,527 ഉണ്ടായിരുന്നത് ഇപ്പൊ 2025 ആയപ്പോൾ 8,864, 337 കൂടുതലായിട്ടുണ്ട്. പക്ഷെ ഇവർ മറന്നുപോകുന്ന മറ്റൊരു കാര്യമുണ്ട്.
അന്ന് BJP ഇത്ര സജീവമല്ല. 2010 BJPക്ക് കിട്ടിയത് 380 വാർഡുകളായിരുന്നു എങ്കിൽ 2025 ആയപ്പോൾ അത് 6 ഇരട്ടിയായി 1919 ആയിട്ടുണ്ട്. അപ്പൊ ഇവർ ഈ BJPയെ കുറിച്ച് കണക്ക് കൂട്ടാതെയാണ് KT ജലീൽ ഈ പഴങ്കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു കാര്യമുണ്ടല്ലോ, ഈ പറയുന്ന പോലെ 2010 കോൺഗ്രസിൽ കിട്ടിയ വോട്ടൊന്നും ഈ LDFന്റെ വോട്ട് നേരെ വന്നത് കോൺഗ്രസിലേക്കാണ്. ആ വോട്ട് അടുത്ത ഇലക്ഷനിൽ ഇവർ തിരികെ പിടിക്കുകയാണ് ചെയ്തത്. ഇവിടെ നിന്ന് BJPയിലേക്ക് പോയ വോട്ട് ഇവർ എങ്ങനെ തിരികെ പിടിക്കും? അതാണ് അവിടെയാണ് ഈ ഇപ്പൊ തിരികെ പിടിക്കാൻ പറ്റിയ ഒരാളും അവിടെ ഇല്ല. BJP വളരെ ശക്തമായി കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. 2010 LDF വോട്ടുകളെല്ലാം UDFിലേക്ക് പോയി പറഞ്ഞതുപോലെ. അത് കഴിഞ്ഞ് 2011 ആയപ്പോ ആ പോയത് BS തിരിച്ചു പിടിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി തിരിച്ചു പിടിക്കാൻ അവിടെ ആരുമില്ല. മാത്രമല്ല അത് BJP കോട്ടയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പൊ UDFിലേക്ക് വന്ന വോട്ടാണെങ്കിൽ ഇവർ പറയുന്ന പോലെ ചിലപ്പോൾ തിരിച്ചു പിടിക്കാൻ പറ്റും. BJPയിലേക്ക് പോയ വോട്ട് ഇവർ എങ്ങനെ തിരിച്ചു പിടിക്കും? പിന്നെ അതുപോലെ അന്ന് 2009 ഈ PDPയുമായുള്ള ബന്ധം കാരണമായിരുന്നു ഈ VS വിട്ടുനിന്നത്. 2009 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് VS വിട്ടുനിന്നത്. പക്ഷേ 2011 പിന്നെ തിരിച്ചെത്തി എന്ന് പറയാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്തായിരുന്നു? അയ്യപ്പ സംഗമം നടത്തുന്നതിലൂടെ എന്താണ് പിണറായി ലക്ഷ്യമിട്ടത്? ഹിന്ദു വോട്ടുകൾ, അതായത് NSSനെ കൂടെ നിർത്തിക്കൊണ്ട് ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പോകുന്നിടത്തെല്ലാം വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുപോയി വോട്ട് ബാങ്കുകളെ ലക്ഷ്യമിച്ചു. പക്ഷെ വെള്ളാപ്പള്ളി നടേശന്റെ വായിൽ നിന്ന് വന്ന മുസ്ലിം വിരുദ്ധതയും വർഗീയ പ്രസ്താവനകളെല്ലാം LDFനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുകയുണ്ടായി. ചേച്ചി, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത പറഞ്ഞ ആളാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു പോയിന്റില് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുമായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പ്രതികൂലമായി ബാധിച്ച മറ്റൊരു ഘടകം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരെടുത്ത തീരുമാനം എങ്ങനെയാണ്? ക്രിസ്ത്യാനികളെ തള്ളിക്കൊണ്ട് മുസ്ലിങ്ങളെ ചേർത്ത് നിർത്തുക. അങ്ങനെ ഈ ന്യൂനപക്ഷ വോട്ട് കിട്ടും എന്നിവർ കരുതി. അവിടെയും LDFന് പിഴയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇപ്പൊ കൃത്യമായി നമ്മൾ പരിശോധിച്ചാൽ, ഇപ്പൊ ഈ ജലീല് പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ജലീല് ആൾക്കാരോട് പറയുന്നത് എന്താണ്? തിരിച്ചു വരും എന്നാണ് പറയുന്നത്. പക്ഷെ അത് നടക്കില്ല എന്നാണ് കൃത്യമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഞാൻ ഇനി മറ്റൊരു കണക്ക് പറയാം. നമ്മുടെ കായിക മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാൻ വിജയിച്ച മണ്ഡലമാണ് താനൂര്. ആ മണ്ഡലം ഉള്ളത് താനൂർ മുനിസിപ്പാലിറ്റിയാണ്. ഏകദേശം ആ മണ്ഡലം എന്ന് പറയുന്നത് താനൂർ മുനിസിപ്പാലിറ്റിയിലുള്ള താനൂർ മണ്ഡലം, ഏകദേശം കണക്കുകൾ നമുക്ക് അത് തന്നെ മനസ്സിലാവും. 2021 70,000-ഓളം വോട്ടാണ് ഇവിടെ ഇടതുമുന്നണിക്ക് ലഭിച്ചത്. BJP ഏകദേശം 10,000 വോട്ടും. എന്നാൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ വലിയ വ്യത്യാസമുണ്ട്. ആകെയുള്ള 45 വാർഡിൽ 31 എണ്ണവും UDF സ്വന്തമാക്കി. 31 എണ്ണം. BJP 8 എണ്ണം നേടി. 6 സ്വതന്ത്രരും ജയിച്ചു. എന്നാൽ ഒരു വാർഡിൽ പോലും ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പോലും എന്താണ്, വലിയൊരു പരാജയം തന്നെയാണ്. എന്ന് വെച്ചാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്തൊക്കെ പല സ്ഥലത്തും പ്രതിപക്ഷമില്ല. മലപ്പുറത്താണ് തോന്നുന്നു 33 സീറ്റും പിടിച്ചു, പ്രതിപക്ഷമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അത് മുസ്ലിം വോട്ട് കൂടുതലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇവരിങ്ങനെ കുതിക്കുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെ, അല്ലെങ്കിൽ UDF വോട്ടുകൾ ചോർന്ന് BJPക്ക് പോയിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് അനുകൂലമായത് UDFനാണ്. ഇവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്ത് കാണിക്കാനാണ്? എന്താണ്, VS അച്യുതാനന്ദൻ ഇല്ല. VS അച്യുതാനന്ദന് പകരം കളത്തിലിറക്കാൻ പോലും ഇവർക്കൊരു നല്ല നേതാവില്ല. യോഗ്യത ആകെയുള്ള ഒരു പിണറായി വിജയനും ഒരു ഗോവിന്ദൻ മാസ്റ്ററും. ഗോവിന്ദൻ മാസ്റ്ററുടെ വായിൽ നിന്ന് വരുന്നതാണെങ്കിലോ ശുദ്ധ പൊട്ടത്തരങ്ങളുമാണ്. ആൾക്ക് തന്നെ ചിരി വരുമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് പൊട്ടത്തരമാണല്ലോ എന്ന് ചോദിച്ചു ഒരു വിഡ്ഢി ചിരിയും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ കാണാൻ കഴിയൂ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇവർ പ്രതീക്ഷിച്ചത് അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ കുറെ വോട്ടങ്ങ് വീഴുമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴാ സ്വർണ്ണക്കൊള്ള വന്നത്. അല്ല, അതിന് മുന്നേ തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ, NSSഉം SNDPയും ഇവർക്ക് പിന്തുണ കൊടുത്തു. അപ്പൊ ഇവരെന്താ വിചാരിച്ചത്? പാട്ടും പാടി ജയിക്കാം എന്നല്ലേ. NSSഉം SNDPയും പിന്തുണ കൊടുത്തിട്ട് എന്തുകൊണ്ട് ഇവർ ജയിച്ചില്ല? ഇത്രയും വലിയ പരാജയം ഇവർക്ക് അനുഭവപ്പെട്ടു. അത് അവരുടെ ഇരട്ടത്താപ്പ്. ഇപ്പൊ സമുദായ നേതാക്കന്മാർ അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഭരണപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നത് എന്ന് അവരുടെ സമുദായ അംഗങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആ സമുദായം അവരെ പിന്തുണയ്ക്കാതിരുന്നത്. പക്ഷെ ഇപ്പോ ഇനി വളരെ കുറച്ച് നാളുകളെ ഉള്ളൂ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന്. എന്ത് മാജിക് ഇവർ കാട്ടും? ഒരു മാജിക്കുമില്ല. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കേസ് അന്വേഷണം ഇനി പുരോഗമിക്കുമ്പോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ആരൊക്കെയാണ് അറസ്റ്റിലാവാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതേ ഉള്ളൂ. അല്ല ചേച്ചി, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അങ്ങനെ സംഭവിക്കുമെന്നല്ല, കടകംപള്ളിയെ കൂടി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം മാറും.
അയ്യോ അങ്ങനൊന്നും പറയല്ലേ, നമുക്കെതിരെ നടപടി ഉണ്ടാവും. കാരണം അങ്ങനൊന്നും പറയാൻ പാടില്ല. അപ്പൊ ഇപ്പൊ ഈ പറയുന്നതില് ദേവസ്വം മന്ത്രി ആയിരുന്ന കാലത്ത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ ഇപ്പൊ കടകംപള്ളിയോ വി എൻ വാസവനോ പോയി നേരിട്ട് പോയി ആ കള്ളത്തിൽ പങ്കാളികളാണ് എന്നല്ല നമ്മൾ പറയുന്നത്. അവർ മന്ത്രിയായി ഇരിക്കുമ്പോൾ അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെ പാർട്ടി നിയോഗിച്ച ആൾക്കാരാണ് അവിടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അപ്പോ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇവർക്ക് യാതൊരു തരത്തിൽ കൈകഴുകി പിന്നോട്ട് മാറാൻ കഴിയുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിൽ ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എന്തും സംഭവിക്കാം ഇവിടെ. അപ്പോ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് നിസാരമായി അതിനെ നേരിടാൻ കഴിയുമെന്ന് എന്തായാലും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെ മനസ്സിലും LDF സർക്കാരിനോടുള്ള പ്രതിഷേധമായി തന്നെ അന്നും ഉണ്ടാകും. അല്ലേ ജി, സ്വർണ്ണക്കൊള്ള മാത്രമല്ലല്ലോ, ഇപ്പൊ സർക്കാരിനെ വെട്ടിലാക്കി ആശാ വർക്കർമാരുടെ സമരത്തെ സർക്കാർ കണ്ട ഒരു സമീപനം ഉണ്ടായിരുന്നു. PM ശ്രീയിൽ ഒപ്പുവെച്ചത്, അത് ഒന്നും പറയാനില്ലാത്തൊരവസ്ഥയായിരുന്നില്ലേ? അവരുടെ സഖ്യകക്ഷിയായ CPI പോലും ചതിച്ചിട്ടല്ലേ അവർ PM ശ്രീയിൽ ഒപ്പുവെച്ചത്. പിന്നീട് അത് ചർച്ചകൾക്കൊടുവിൽ അത് ഒരു റദ്ദാക്കുമെന്ന് പറയുമെങ്കിൽ പോലും എന്താണ്, കേരളത്തെ ഒറ്റുകൊടുത്തുകൊണ്ടാണ് അവർ PM ശ്രീയിൽ ഒപ്പുവെച്ചത്. അതിനുശേഷമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം. അതിന് തൊട്ട് പിന്നാലെയാണ് സ്വർണ്ണക്കൊള്ള പുറത്തു വന്നത്. അപ്പൊ സർക്കാരിനെ അതിന് November 1-ാം തീയതി അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം, ഇവരെന്തൊക്കെ പ്രഖ്യാപിച്ചിട്ടും ജനങ്ങൾക്ക് ഇവരെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവിട്ടത്. ഇനിയിപ്പോ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഏകദേശം അടുത്തടുത്തായിരിക്കുമല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഈ സമയത്ത് ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തീർച്ചയായും രാഹുലും പ്രിയങ്കയും ഒക്കെ കേരളത്തിൽ വരും. അത് കേരളത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാര്യം എനിക്ക് തോന്നുന്നു, നമുക്ക് തീർച്ചയായും കറക്റ്റ് പറയാൻ പറ്റില്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഹോദരനും സഹോദരിയും കൂടി ഒരു റാലി നടത്തിയാൽ നമുക്ക് അതിശയപ്പെടാനല്ലോ. കാര്യം രാഹുൽ ഗാന്ധി അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. എങ്കിൽ അതെല്ലാം വോട്ടാക്കാൻ കഴിയും. അത് UDF അനുകൂലമായി വരിക തന്നെ ചെയ്യും. VS-ന് പകരം ഇവർ ആരെ ഇറക്കും? പിണറായി വിജയനെയോ? അതല്ല, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരാളാണ്. അതായത് ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അങ്ങനെ അയ്യോ ഞാൻ ഇങ്ങനെ VIP ആണ്, ഞാൻ ആ കാറ്റഗറിയിലുള്ള ആളാണ്, എനിക്കത് അങ്ങനെ ഇല്ല. അദ്ദേഹം എവിടെയും എന്തും, ഇപ്പൊ ആൾക്കാർ കളിയാക്കും, ഇങ്ങനെ പോകുമ്പം കുളത്തിൽ ചാടിയെന്നും കടലിൽ ചാടിയെന്നൊക്കെ കളിയാക്കും. PR വർക്കുകാർ ചെയ്യിപ്പിക്കുന്നതാണ്, കോമാളി വേഷം വന്നിട്ട്. പക്ഷെ അതിലുള്ളത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാനും അദ്ദേഹത്തിന് മടിയില്ല എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 2011 നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഈസി ആയിട്ട് കുറെ സീറ്റ് അങ്ങ് പിടിച്ചു എന്നതുപോലെ അത്ര എളുപ്പമല്ല LDF-ന് ഈ 2026 തെരഞ്ഞെടുപ്പിനെ നേരിടാനെന്നുള്ള കാര്യം സഖാക്കന്മാർ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്.